Hello dears, welcome back. This is our 11th class for Introducing Literature. We are discussing Module 1 Language and Literary Nuances. Yes, we had started first section of this module, syntax. And we understood what is transitive and intransitive verb, then adjuncts, particles, phrasal verbs. And before enter into the next topic, let us go through some previous university questions from the first part of this module, syntax. And many of you had requested to discuss previous questions and other model questions as they didn't attend for any university exams. Yes, it is better to collect previous questions. Anyway, let us have a detailed question paper analysis, not now but later. And now we just see some previous questions from first part of this module only. Unfortunately, നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണുള്ളത്. അതായത് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ എന്ന ഈ ഒരു പേപ്പർ പുതിയ സിലബസിൻ്റെ ഭാഗമായതിനു ശേഷം ആകെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം മാത്രമാണ് നടന്നിട്ടുള്ളത് 2019. എനിവേ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ സിൻടാക്സ് പാർട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇതുവരെ നമ്മൾ പറഞ്ഞ ഭാഗത്തുനിന്ന്. എന്തായാലും ഈ ഒരു മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിഞ്ഞ വർഷം വന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വന്ന മുഴുവൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും കഴിഞ്ഞ 2019 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ഈ മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് സിൻടാക്സ് പാർട്ടിൽ നിന്ന് പറഞ്ഞ ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, അഡ്ജൻസ്, പാർട്ടിക്കിൾസ്, ഫ്രേസൽ വെർബ് തുടങ്ങിയ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ്റെ ഭാഗത്തു നിന്നാണ് നാം പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നമുക്ക് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിന് 2.5 ഹവേഴ്സാണ് നമുക്ക് ഉണ്ടാകുന്നത്. 18 മാർക്സാണ്. അപ്പോൾ ഇതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ 5 മാർക്സിൻ്റെയും ദെൻ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഉണ്ടാകുന്നത്. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസായി ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ചൂസ് ദി കറക്റ്റ് ഫ്രേസൽ വെർബ് ഫ്രം ദി പാരന്തസിസ് അറ്റ് ദ എൻഡ് ഓഫ് ദി സെൻറ്റൻസ്, സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് ഡാഷ് യുവർ വർക്ക്. കറക്റ്റായ ഫ്രേസൽ വെർബ് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗെറ്റ് ഓവർ ഓർ ഗെറ്റ് ഓൺ വിത്ത്. ഫ്രേസൽ വെർബ് എന്താണെന്ന് നമുക്കറിയാം. ദെൻ ഹിയർ ഗെറ്റ് ഓവർ ആൻഡ് ഗെറ്റ് ഓൺ വിത്ത്. ഗെറ്റ് ഓവർ എന്ന് പറയുമ്പോൾ ഓവർകം, ടു റിക്കവർ എന്നൊക്കെയാണ്. സുഖം പ്രാപിക്കുക, മുക്തനാവുക, സമാപിക്കുക എന്നൊക്കെയാണ്. ഗെറ്റ് ഓൺ വിത്ത് എന്ന് പറയുമ്പോൾ പ്രൊസീഡഡ് വിത്ത് ഓർ കണ്ടിന്യൂ എന്നൊക്കെയാണ്. അപ്പോൾ ജോലി തുടരുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ കംപ്ലൈനിങ് നിർത്തി നിൻ്റെ വർക്ക് നീ തുടരുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആൻസറായി വരുന്നത് ഗെറ്റ് ഓൺ വിത്ത് എന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കളക്ട് ചെയ്ത് വെക്കാനും അതിൻ്റെ മീനിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻസ് നമ്മൾ മുമ്പ് സെക്കൻഡറി തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്ത് വെച്ചാൽ നന്നാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ അഡ്ജങ്സ് ഫ്രം ദി ഗിവൺ സെൻറ്റൻസ്. അഡ്ജങ്സ് എന്താ നമുക്കറിയാം. അഡ്ജങ്സ് ആർ വേർഡ്സ്, phrases or clauses that accompany an intransitive verb which answer the question where, how and when. Adjuncts intransitive verbsമായി കണക്ട് ചെയ്ത് അക്കമ്പനി ചെയ്ത് വരുന്നതാണ്. ചില ക്വസ്റ്റ്യൻസിന്, അതായത് വേർ, ഹൗ, വെൻ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആയിരിക്കും. ഹിയർ ഹീ സ്പോക്ക് അറ്റ് ദി സെമിനാർ. വേർ ഡിഡ് ഹീ സ്പീക്ക്? എവിടെയാണ് അയാൾ സംസാരിച്ചത്? അറ്റ് ദി സെമിനാർ. അപ്പോൾ ഹിയർ ദ ആൻസർ അറ്റ് ദി സെമിനാർ. നെക്സ്റ്റ്, ഷീ റാൻ ക്വിക്ക്ലി. ഹൗ ഡിഡ് ഷീ റൺ? അപ്പോൾ ഹൗ എന്നതിൻ്റെ ആൻസറാണ് ക്വിക്ക്ലി എന്നത്, അല്ലേ? അതുകൊണ്ട് ക്വിക്ക്ലി എന്നതാണ് ഇവിടെ അഡ്ജങ്സായി വരുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മോണോ ട്രാൻസിറ്റീവ് ആൻഡ് ഡൈ ട്രാൻസിറ്റീവ് വെർബ്സ് ഫ്രം ദി ഗിവൺ സെൻറ്റൻസ്. വളരെ ഈസിയായ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസിറ്റീവ് വേർബ്സ് പറഞ്ഞു കൊടുത്ത് മോണോ ട്രാൻസിറ്റീവ്, ഡൈ ട്രാൻസിറ്റീവ് വേർബ്സുകളൊക്കെ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. വാട്ട്, ഹും എന്നീ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്ന ഒബ്ജക്റ്റുകളുള്ളതാണ് ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏതെങ്കിലും
ഒന്നിന് മാത്രം വാട്ട് അല്ലെങ്കിൽ ഹും ഇതിലേതെങ്കിലും ഒന്നിന് മാത്രം ആൻസർ ലഭിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് മോണോ ട്രാൻസിറ്റീവ് ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസിനും ആൻസർ ലഭിക്കുന്ന ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതാണ് ഡൈ ട്രാൻസിറ്റീവ് എന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ആൻഡ് ഹിയർ ഹീ കിക്ക്ഡ് ദ ബോൾ. അവൻ ബോളിനെ കിക്ക് ചെയ്തു, സ്ട്രൈക്ക് ചെയ്തു, തട്ടി അല്ലേ. അപ്പോൾ എന്തിനെയാണ് അവൻ കിക്ക് ചെയ്തത്? ബോളിനെ. ഒരു സെൻറ്റൻസിൽ ഒരേ ഒരു ക്വസ്റ്റ്യന് മാത്രമാണ് എന്തിനെയാണ് അവൻ തട്ടിയത് എന്ന ഒരു ക്വസ്റ്റ്യന് മാത്രമാണ് ആൻസർ ലഭിക്കുന്നത്. സോ ഹിയർ ദ കിക്ക് ഈസ് മോണോ ട്രാൻസിറ്റീവ് വെർബ് ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൈ സിസ്റ്റർ ബേക്ക്ഡ് അസ് എ കേക്ക്. എൻ്റെ സിസ്റ്റർ ഞങ്ങൾക്ക് ഒരു കേക്ക് കുക്ക് ചെയ്ത് തന്നു അല്ലേ, ബേക്ക് ചെയ്ത് തന്നു. യെസ്, ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ലഭിക്കുന്നുണ്ട്. യെസ്, വാട്ട് ഡിഡ് ഷീ ബേക്ക്? എന്താണ് അവൾ കുക്ക് ചെയ്തത്, ബേക്ക് ചെയ്തത്? കേക്ക്. അപ്പോൾ കേക്ക് എന്നത് വാട്ട് എന്നതിൻ്റെ ആൻസറാണ്. ദെൻ ഫോർ ഹും, ആർക്ക് വേണ്ടിയാണ് അവൾ ബേക്ക് ചെയ്തത്? അസ്, ഞങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അസ് എന്നത് ഹും എന്നതിൻ്റെ ആൻസറാണ്. അപ്പോൾ ഇവിടെ അസ് ആൻഡ് കേക്ക് ഈ രണ്ട് ഒബ്ജക്റ്റുകളുണ്ട്, അത് രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറുകളാണ്. സോ ഹിയർ ദ വെർബ് ഈസ് ഡൈ ട്രാൻസിറ്റീവ് വെർബ്സ്. വളരെ സിമ്പിളായൊരു ഭാഗമാണ്, ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മറ്റു ചില ക്വസ്റ്റ്യൻസൊക്കെ ഇനി നാം പറയാൻ പോകുന്ന ഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ആ ഭാഗം ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാം. ദെൻ മറ്റു ചില ക്വസ്റ്റ്യൻസൊക്കെ പോയറ്റിക് സെഷനിലുള്ളതാണ്. ഈ ഒരു മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഭാഗം കൂടി പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. കൊളോക്കേഷൻ. യെസ്, വാട്ട് ഈസ് കൊളോക്കേഷൻ? കൊളോക്കേഷൻസ് ആർ കൺവെൻഷണൽ വേർഡ് കോമ്പിനേഷൻസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൽ നാം കോമണായി ഉപയോഗിച്ച് വരുന്ന ഓർഡിനറി വേർഡ് കോമ്പിനേഷൻസ്, കോമൺലി അക്സെപ്റ്റഡ് ആയ ഭാഷാപ്രയോഗങ്ങൾ, പരമ്പരാഗതമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് ഒരു ഭാഷയിൽ ഉപയോഗിച്ച് വരുന്ന ചില ഭാഷാ രീതികൾ. യെസ്, ദീസ് കൊളോക്കേഷൻസ് ആർ ടു ഓർ മോർ വേർഡ്സ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ഇൻ എ ലാംഗ്വേജ്. കൺവെൻഷണൽ വേർഡ് കോമ്പിനേഷൻ ആണ്, നോ ലോജിക്കൽ റീസണിങ്. എന്തുകൊണ്ടത് അങ്ങനെ ഉപയോഗിക്കുന്നു? അതായത് ചില വേർഡുകളിനോട് കൂടെ ചില വേർഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫാസ്റ്റ് ഫുഡ് എന്ന് പറയും. ഫാസ്റ്റ് എന്നതിൻ്റെ അതേ അർത്ഥമുള്ള കിക്ക്. അപ്പോൾ കിക്ക് ഫുഡ് എന്ന് നാം പറയാറില്ല. എന്നാൽ ക്വിക്ക് റീപ്ലേ എന്ന് നാം പറയുന്നു. കിക്ക് എന്നതിന് അതേ മീനിങ്ങുള്ള ഫാസ്റ്റ് റീപ്ലേ എന്ന് പറയാറില്ല. ഇങ്ങനെ ഭാഷാപരമായി മീനിങ് സെയിം ആണെങ്കിൽ പോലും, മീനിങ് കൊണ്ട് പരസ്പരം ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങളാണെങ്കിൽ പോലും, നാം പാരമ്പര്യമായി ഉപയോഗിച്ച് വരുന്ന രീതിക്ക്, ശൈലിക്ക് അത് വിരുദ്ധമാണ്. അതങ്ങനെ ഉപയോഗിക്കാറില്ല. ദാറ്റ് ഈസ് ദ കൺവെൻഷണൽ പാറ്റേൺ ഓഫ് ദാറ്റ് ലാംഗ്വേജ്. അതുപോലെ വേസ്റ്റ് ടൈം എന്നാണെന്ന് പറയാം. ലോസ് ദ ടൈം എന്ന് പറയാറില്ല. ലോസും വേസ്റ്റും ഒരേ മീനിങ് ആണെങ്കിൽ പോലും ലോസ് ദ ടൈം എന്ന് പറയാറില്ല. ലൈക്ക് ഇതുപോലെ മലയാളത്തിലും ചില യൂസേജ് നമുക്ക് കാണാം. ഇപ്പോൾ പച്ചവെള്ളം എന്നാണെന്ന് പറയാം. മറ്റൊന്നും ചേരാത്ത ഈ വെള്ളത്തെ വെറും വെള്ളമെന്നോ തനി വെള്ളമെന്നോ പറയാറില്ല, പച്ചവെള്ളം. എന്നാൽ അതിൽ കളറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തുകൊണ്ട് അത് അങ്ങനെ ഉപയോഗിക്കുന്നു നമുക്കറിയില്ല. നമ്മൾ അങ്ങനെയാണ് ഉപയോഗിച്ചു വന്നിട്ടുള്ളത്. ഇതുപോലെ ചുട്ട അടി തരുമെന്ന് പറയാറുണ്ട്. അത് സ്ട്രോങ് ആയ അടി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒരു ഭാഷാപ്രയോഗം അങ്ങനെയാണ്. ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം തയ്യാറാക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഭക്ഷണം നിർമ്മിക്കുക എന്ന് നമ്മൾ പറയാറില്ല. എന്നാൽ പാലം നിർമ്മിക്കുക, റോഡ് നിർമ്മിക്കുക എന്ന് പറയും. പാലം തയ്യാറാക്കുക, റോഡ് തയ്യാറാക്കുക എന്ന് പറയാറില്ല. അപ്പോൾ ഇങ്ങനെ മീനിങ്ങിൽ സെയിമുള്ള പദങ്ങൾ എല്ലായിടത്തും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയാതെ നമ്മൾ ഭാഷയിൽ പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ഇത്തരം സ്റ്റൈൽ ഓഫ് യൂസേജ് ആണ് കൊളോക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റായ, പ്രോപ്പറായ അതിൻ്റെ ഉപയോഗവും അതുപോലെ അതിൻ്റെ റോങ് ആയ ഉപയോഗവും ഇവിടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വേസ്റ്റ് ടൈം. അതാണ് അതിൻ്റെ റൈറ്റ് ആയ യൂസേജ്. ദെൻ ലോസ് ദ ടൈം, അത് റോങ് ആയ പ്രയോഗമാണ്. ദെൻ ഗ്രേറ്റ് ഫൺ എന്നാണ് പറയുക. ബിഗ് ഫൺ എന്നത് തെറ്റാണ്. ദെൻ ഹെവി റെയിൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. സ്ട്രോങ് റെയിൻ എന്നത് അതേ മീനിങ് ആണെങ്കിൽ പോലും നാം ഉപയോഗിക്കാറില്ല. ദെൻ മേക്ക് എ മിസ്റ്റേക്ക്, എന്നാൽ കമ്മിറ്റ് എ മിസ്റ്റേക്ക് എന്ന് പറയാറില്ല. ദെൻ ബ്രസ്റ്റ് ഇൻ ടു ടീയേഴ്സ്, ബ്രേക്ക് ടു ക്രൈ എന്ന് പറയാറില്ല. നെക്സ്റ്റ്, ആൻസർ ദ ഡോർ, എന്നാൽ റെസ്പോണ്ട് ദ ഡോർ എന്ന് പറയാറില്ല. റൺ ഇൻ ടു ട്രബിൾ,
ഗോ ഇൻ ടു ട്രബിൾ. ആരും ട്രബിളിലേക്ക് പോകാറില്ല, ട്രബിളിൽ വന്ന് പെടാറാണ് ഉള്ളത്. ദെൻ ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ. എന്നാൽ മേഡ് എ നൈസ് അറ്റ്മോസ്ഫിയർ എന്ന് പറയാറില്ല. ദെൻ ഫാസ്റ്റിൻ്റെയും കിക്കിൻ്റെയും ചില ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. യെസ്, ഫാസ്റ്റ് ട്രെയിൻ എന്നാണ് പറയുക, ക്വിക്ക് ട്രെയിൻ എന്ന് പറയില്ല. ദെൻ ഫാസ്റ്റ് കാർ എന്ന് പറയും, ക്വിക്ക് കാർ എന്ന് പറയില്ല. ദെൻ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയും, വേഗത്തിൽ നമുക്ക് കിട്ടുന്ന ഫുഡ്. എന്നാൽ അതേ അർത്ഥത്തിൽ ക്വിക്ക് ഫുഡ് എന്ന് നാം പറയാറില്ല. എന്നാൽ ക്വിക്ക് റീപ്ലൈ എന്ന് പറയും, ഫാസ്റ്റ് റീപ്ലൈ എന്ന് പറയാറില്ല. ക്വിക്ക് ഡിസിഷൻ എന്ന് പറയും, ഫാസ്റ്റ് ഡിസിഷൻ എന്ന് പറയാറില്ല. ക്വിക്ക് ഓവർവ്യൂ എന്നാണ് ശരിയായ ഉപയോഗം, ഫാസ്റ്റ് ഓവർവ്യൂ എന്ന് പറയാറില്ല. ഇങ്ങനെ ഒരു ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന കോമൺലി അക്സെപ്റ്റഡ് കോമ്പിനേഷൻസ് ഓഫ് വേർഡ്സിനെയാണ് കൊളോക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടത് അങ്ങനെ ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് അതേ മീനിങ്ങിലുള്ള മറ്റു വേർഡ് ഉപയോഗിച്ചുകൂടാ? ദർ ഇസ് നോ ലോജിക് റീസണിങ്, വി ജസ്റ്റ് ഫോളോ ദം. ആ ഒരു ഭാഷയെ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത്തരം യൂസേജുകൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. മീനിങ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കൺവെൻഷനലായ നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന ഈ ഒരു പ്രയോഗം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഇനി ടെക്സ്റ്റിൽ പറഞ്ഞ ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എവറി ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് കൺവെൻഷണൽ വേർഡ് കോമ്പിനേഷൻസ്. എല്ലാ ലാംഗ്വേജിനും അതിൻ്റേതായ കൺവെൻഷനലായ പാരമ്പര്യമായിട്ട് ഒരു ഫോളോ ചെയ്തു വരുന്ന ചില ഭാഷാ പ്രയോഗങ്ങളുണ്ട്. ദീസ് കോമ്പിനേഷൻസ് മേ ബി നൗൺ നൗൺ കൊളോക്കേഷൻ, adjective noun collocations, verb noun collocations, verb adverb collocations or adjective adverb collocations. നേരത്തെ നാം പറഞ്ഞതുപോലെ 2 or more വേർഡ്സിൻ്റെ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന 2 വേർഡ്സും ഒരുപക്ഷെ രണ്ടും നൗണുകളാവാം, അല്ലെങ്കിൽ ഒന്ന് അഡ്ജക്റ്റീവ് മറ്റത് നൗണുമാവാം, അല്ലെങ്കിൽ ഒന്ന് വെർബും മറ്റത് നൗണുമാവാം, വെർബും അഡ്വേർബുമാവാം, ഓർ അഡ്ജക്റ്റീവ് ആൻഡ് അഡ്വേർബ് ആകാം. ഇങ്ങനെ മാറി മാറി വരാം. ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്ന വേർഡുകൾ ഏത് തരത്തിലുള്ള വേർഡ്സുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കി അതിൻ്റെ പേരുകൾക്ക് ചില മാറ്റങ്ങളുണ്ട്. ഫാസ്റ്റ് ഫുഡ്, അത് രണ്ടും നൗണുകളാണ്, നൗൺ നൗൺ കൊളോക്കേഷൻസ് ആണ്. എന്നാൽ ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഓർ റൺ ഇൻ ടു ട്രബിൾ, ആൻസർ ദ ഡോർ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് വേർബ് നൗൺ കൊളോക്കേഷൻസ് ആണ്. There is no always a logical reason why they fit together. It is just that the conventions of language permit certain combinations but not certain others. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നു, അതിന് കൃത്യമായ ലോജിക് റീസൺ നമുക്ക് കാണാൻ കഴിയില്ല. ഇതേ മീനിങ്ങുള്ള മറ്റൊരു വേർഡ് ഇവിടെ ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയില്ല. And now let us go through some examples given in our textbook. Yes, collocations such as conventional word combinations are called vary from language to language. Collocations, word combinations, ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് മാറുന്ന സമയത്ത് അവിടെ നമുക്ക് മാറ്റി ഉപയോഗിക്കാനൊക്കെ സാധ്യമാണ്. അപ്പോൾ ഒരു കൊളോക്കേഷൻസ് ആ ലാംഗ്വേജിന് മാത്രം ഫിക്സ്ഡ് ആണ് നമുക്ക് പറയാം. Yes, for instance, in English we say make the bed or do the hair. മേക്ക് ദ ബെഡ്, ബെഡ് ശരിപ്പെടുത്തി ക്ലിയറാക്കി വെക്കുക എന്നർത്ഥം. ഐ മേക്ക് ദ ബെഡ് എവരി ഡേ എന്നൊക്കെ പറയാം. അപ്പോൾ അത് ശരിയാക്കി വെക്കുക. ആൻഡ് ഡു ദ ഹെയർ, എന്നാൽ ഡു ദ ബെഡ് എന്ന് പറയാറില്ല, ആൻഡ് മേക്ക് ദ ഹെയർ എന്നും പറയാറില്ല. അപ്പോൾ ഡൂവും മേക്കും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേർഡ്സുകളാണെങ്കിൽ പോലും നമ്മുടെ കൺവെൻഷണൽ രീതിക്ക് അത് വിരുദ്ധമാണ് എന്നതുകൊണ്ട് ഇവിടെ ബെഡിനോട് കൂടി അക്കമ്പനി ചെയ്ത് വരുന്ന വേർഡ് മേക്ക് എന്നാണ്, ഡു എന്നും ഉപയോഗിക്കാൻ പാടില്ല. ദെൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുക എന്ന് പറയും, എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസാവുക എന്ന് പറയാറില്ല. അതുപോലെ പ്രിസണിൽ നിന്ന് റിലീസാവുക എന്നാണ് പറയുക, റിലീസ്ഡ് ഫ്രം പ്രിസൺ, എന്നാൽ ഡിസ്ചാർജ്ഡ് ഫ്രം ദി പ്രിസൺ എന്ന് പറയാറില്ല. ആൻഡ് അഗെയിൻ സ്ട്രോങ് കൊളോക്കേറ്റ് വിത്ത് ടി ബട്ട് നോട്ട് വിത്ത് റെയിൻ. സ്ട്രോങ് ടി എന്ന് പറയും, എന്നാൽ സ്ട്രോങ് റെയിൻ എന്ന് പറയില്ല, ഹെവി റെയിൻ എന്നാണ് ഉപയോഗിക്കുക. ഡാർക്ക് ചോക്ലേറ്റ് എന്നാണ് പറയുക, എന്നാൽ ഡാർക്ക് ടീ എന്ന് പറയാറില്ല, സ്ട്രോങ് ടീ എന്നാണ് പറയാം. റെയിൻ യൂഷ്വലി കൊളോക്കേറ്റ് വിത്ത് ഹെവി. ആൻഡ് യു ക്യാൻ ഹാവ് ഗ്രേറ്റ് അഡ്മിറേഷൻ, ഒരു വ്യക്തിയോട് വല്ലാത്തൊരു ആരാധന, ബഹുമാനം നമ്മൾ പറയുന്ന സമയത്ത് ഗ്രേറ്റ് അഡ്മിറേഷൻ എന്നാണ് പറയുക, എന്നാൽ ബിഗ് അഡ്മിറേഷൻ എന്ന് പറയാൻ പാടില്ല. ഇൻ ഷോർട്ട്,
Collocations come naturally to native users of a language, but non-native users must learn the correct collocations to speak and write English fluently. കൊളൊക്കേഷൻസിൻ്റെ ശരിയായ യൂസേജ് ഏതാണെന്ന് നേറ്റീവ് സ്പീക്കേഴ്സിന് മാത്രമാണ് അറിയുക. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ നൺ നേറ്റീവ് സ്പീക്കേഴ്സായ നാമൊക്കെ ഇത്തരം നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്, അവിടെ കൃത്യമായ കൊളൊക്കേഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കിയത് കളക്ട് ചെയ്ത് പഠിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വി ഹാവ് എ ക്ലാസ് റൂം ആക്ടിവിറ്റി. ഹിയർ വി ഹാവ് എ പാസേജ് and we are asked to pick out collocations from the passage. Chervyakov became embarrassed, smiled stupidly, and began looking at the stage. He looked but felt no more bliss. Anxiety began to torment him. In the intermission, he went to Breslau, walked around him, and overcoming his timidity, murmured. Yes, we had seen this passage before. Where? Yes, this is from The Death of the Clerk by Anton Chekhov. Yes, we have seen those same line the page 23, the second half of the page. We know the story. Chervyakov, the office manager, was sitting in a hall watching the opera. Then he sneezed. ആ സമയത്ത് തുമ്മുകയുണ്ടായി. യെസ്, ഹീ സോ ദാറ്റ് ഇറ്റ് ഹാഡ് സ്പ്രെഡ്. തൻ്റെ മുമ്പിലിരിക്കുന്ന ജനറൽ ബ്രിസ്ലോവിൻ്റെ ദേഹത്തെ അത് വന്ന് പതിച്ചിട്ടുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കുകയാണ്. സോ ഹി മസ്റ്റ് അപ്പോളജൈസ്. ആൻഡ് അറ്റ് ഹിസ് റിക്വസ്റ്റ് ദ ജനറൽ റിപ്ലൈഡ് ദാറ്റ് നെവർ മൈൻഡ്, ലീവ് ഇറ്റ് എന്ന് പറയുകയുണ്ടായി. യെസ്, അതിനുശേഷമുള്ള ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Chervyakov became embarrassed, smiled stupidly. Embarrassed, അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി, ചമ്മിപ്പോയി. സ്മൈൽഡ് സ്റ്റുപ്പിഡ്ലി, വലിയ അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ ഒരു വളിഞ്ഞ ചിരി എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ ഫൂലിഷ്ലി ഹീ സ്മൈൽഡ്. ദെൻ ഹീ ബിഗാൻ ലുക്കിംഗ് അറ്റ് ദി സ്റ്റേജ്. ഹീ ലുക്ക്ഡ് ബട്ട് ഫെൽറ്റ് നോ മോർ ബ്ലിസ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം ചുറ്റുപാട് നോക്കിയപ്പോൾ അതിലൊന്നും വലിയൊരു ആനന്ദം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. നേരത്തെ സംഭവിച്ചതിൽ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നുകയാണ്. ആ വിഷമം അദ്ദേഹത്തിന് വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ആങ്സൈറ്റി ബിഗാൻ ടു ടോർമെൻറ്റ് ഹിം. അതിലുണ്ടാകുന്ന ഉത്കണ്ഠ, തന്നെ പറ്റി ഇനി എന്താണ് വിചാരിക്കുക, തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ പറ്റി ആലോചിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട്. ഇൻ ദ ഇൻ്റർമിഷൻ ഹീ വെൻറ്റ് അപ്പ് ടു ബ്രിസ്ലോ, വാക്ക്ഡ് അറൗണ്ട് ഹിം. അങ്ങനെ ഇൻ്റർമിഷൻ്റെ സമയത്ത് ബ്രിസ്ലോവിൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുകയും ചെയ്തു. ആൻഡ് ഓവർകമ്മിങ് ഹിസ് ടിമിഡിറ്റി മർമേർഡ്. ഒരു ഭീരുത്വം, സംസാരിക്കാനും അല്ലെങ്കിൽ എന്താകും എന്നുള്ള ആശങ്കയും ഭീരുത്വവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട്, അതിനെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം വീണ്ടും മന്ത്രിച്ചു. ചെറിയ വോയിസിൽ കാര്യങ്ങൾ വീണ്ടും അപ്പോളൈസ് ചെയ്യുകയാണ്. ആൻഡ് ദി കൊളോക്കേഷൻസ് ഫ്രം ദിസ് പാസേജ് ഈസ്, ഫസ്റ്റ് ലൈനിലുള്ള became embarrassed, then smiled stupidly, collocation ആണ്. then walked around, then overcoming his timidity overcome ചെയ്യുക, ടിമിഡിറ്റിയെ തരണം ചെയ്യുക, അതിവിടെ ഓവർകമ്മിങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ആപ്റ്റായിട്ട് ഒരു ലാംഗ്വേജിൽ നാം ഉപയോഗിച്ചു വരുന്ന ചില ഭാഷാ പ്രയോഗങ്ങൾക്കാണ് കൊളോക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ് us move to next topic. Sense group. Yes, what is mean by sense group? Yes, a sense group is a group or sequence of words conveying a particular meaning or idea. ഒരു സെൻറ്റൻസിലെ കൃത്യമായ ഐഡിയ, കൃത്യമായ മീനിങ് കൺവേ ചെയ്യാൻ, കോംപ്രിഹെൻഡ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന സീക്വൻസ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് സെൻസ് ഓഫ് ഗ്രൂപ്പ്. ആ സെൻറ്റൻസിലെ മീനിങ്ങിനെ സെൻസ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. നമുക്കറിയാവുന്നതുപോലെ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജിലായാലും അതിൻ്റെ മീനിങ് നിർണ്ണയിക്കുന്നത് കേവലം വേർഡുകൾ മാത്രമല്ല, ആ വേർഡുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രത്യേകമായ മീനിങ്ങുകളാണ്. ഒരു സെൻറ്റൻസിലെ വേർഡ് ബൈ വേർഡ് മീനിങ് നാം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി അതിന് മീനിങ് കൺവേ ചെയ്യാൻ, കോംപ്രിഹെൻഡ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. യെസ്, ഇൻ എ ലാംഗ്വേജ് ദ മീനിങ് ഓഫ് എ സെൻറ്റൻസ് may not depend on a single word.
meaning is often depend on a group of words used together. Such group of words which contribute to the meaning of a sentence are known as sense group. ഏതു ലാംഗ്വേജിലും ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് നിർണ്ണയിക്കുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ വേർഡിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, ഒരു കൂട്ടം വേർഡ്സ് കൃത്യമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ മീനിങ് കൃത്യമായി കൺവേ ചെയ്യപ്പെടുന്നത്, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് മീനിങ് ഈസ് ഓഫൺ ഡിപ്പെൻഡൻറ്റ് ഓൺ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ്ഡ് ടുഗദറായി യൂസ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കൃത്യമായി നമുക്ക് മീനിങ് കിട്ടുന്നത്. സച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ മീനിങ് ഓഫ് എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിന് കൃത്യമായ മീനിങ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യമാകുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് സെൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു സെൻറ്റൻസിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേർഡ്സുകൾ ഡിഫറെൻറ്റ് ഓർഡറിലും വ്യത്യസ്തമായ രൂപങ്ങളിലൊക്കെ ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സെൻറ്റൻസിലെ അത്തരം വേർഡ്സുകൾക്കിടയിൽ ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ പോസ് ചെയ്ത് വായിക്കുമ്പോഴാണ്, ഒരു ഗ്യാപ്പ് ഇട്ട് വായിക്കുമ്പോഴാണ് കൃത്യമായ മീനിങ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ലെറ്റസ് ഈറ്റ് ഗ്രാൻഡ്മ. ലെറ്റസ് ഈറ്റ് ഗ്രാൻഡ്മ എന്ന് സിംഗിൾ അട്ടറൻസ് ലെറ്റസ് ഈറ്റ് ഗ്രാൻഡ്മ എന്ന് സിംഗിൾ അട്ടറൻസിൽ ഗ്യാപ്പില്ലാതെ പോസ്റ്റിൽ വായിക്കുമ്പോൾ അതിന് മീനിങ് ഗ്രാൻഡ്മയെ കഴിക്കാം എന്നാണ്, ഭക്ഷിക്കാം എന്നതാണ്. എന്നാൽ നേരെ മറിച്ച് ലെറ്റസ് ഈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ് ചെയ്ത് വായിക്കുമ്പോൾ ലെറ്റസ് ഈറ്റ് ഗ്രാൻഡ്മ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നായി. ഇത് നേരത്തെ നാം മനസ്സിലാക്കിയതാണ്. അതുപോലെ വി ലവ് കുക്കിംഗ് ചിൽഡ്രൻ ആൻഡ് വാച്ചിങ് ഫിലിംസ്. ഇവിടെ പോസില്ല, നേരെ വായിക്കുമ്പോൾ ചിൽഡ്രനെ കുക്ക് ചെയ്യുന്നതും ഫിലിം വാച്ച് ചെയ്യുന്നതും നമുക്ക് ഇഷ്ടമാണെന്ന് പറയാം. നേരെ മറിച്ച് ഒരു ഗ്യാപ്പ് കൊടുത്ത് വായിച്ചാൽ, ഒരു പോസ് ചെയ്ത് വായിച്ചാൽ വി ലവ് കുക്കിംഗ് ചിൽഡ്രൻ ആൻഡ് വാച്ചിങ് ഫിലിംസ്. നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ, ഹൗ ഡു യു റൈറ്റ് ക്ലിയർലി. ഇവിടെ നമ്മൾ പോസ് ചെയ്ത് വായിക്കുമ്പോൾ ഹൗ ഡു യു റൈറ്റ് ക്ലിയർലി, എങ്ങനെയാണ് ഇനി എഴുതുന്നത്, ക്ലിയർ ആയിട്ടാണോ എഴുതുന്നത്? അതല്ലാതെ സിംഗിൾ ലെറ്റർസ് വായിക്കുമ്പോൾ ഹൗ ഡു യു റൈറ്റ് ക്ലിയർലി, എങ്ങനെയാണ് ഇത്ര ക്ലിയർ ആയിട്ട് എഴുതുന്നത് എന്നാവും. അപ്പോൾ പോസ് മാറുന്നതിനനുസരിച്ച് പോസ് ഇല്ലാതെ പോസുകൾ കൊടുത്ത് ഒക്കെ വായിക്കുന്ന സമയത്ത് അതിന് മീനിങ് ഡിഫറെൻ്റ് ആകുന്നു. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോസുകൾ, ചില ബ്രേക്കുകൾ മീനിങ് കൃത്യമായി കൺവേ ചെയ്യാൻ, നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു. ആവശ്യമില്ലാതെ നമ്മൾ പോസ് ചെയ്താലും അതും പ്രശ്നമാണ്, നമുക്കറിയാം. ഡോണ്ട് ഈറ്റ് ദാറ്റ് ഹണി, അവിടെ ഈറ്റ് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ഈറ്റ് ദാറ്റ് ഹണി, ആ ഹണി ഈറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ആവശ്യമില്ലാതെ ബ്രേക്ക് ചെയ്യാനും പാടില്ല. ദെൻ ടെക്സ്റ്റിൽ തന്നെ നൽകിയിരിക്കുന്ന മറ്റൊരു എക്സാമ്പിളാണ് എ വുമൺ വിത്തൗട്ട് ഹെർ മെൻ ഈസ് നത്തിങ്. ഇവിടെ എ വുമൺ എന്ന് കഴിഞ്ഞ് ഒരു പോസ് ചെയ്ത് വിത്തൗട്ട് ഹെർ, ദെൻ അതിനുശേഷം ഒരു പോസ് ചെയ്താൽ മാൻ ഈസ് നത്തിങ് എന്നാവും. ഒരു സ്ത്രീ, അവളില്ലാതെ പുരുഷൻ ഒന്നുമല്ല എന്നായി. എ വുമൺ വിത്തൗട്ട് ഹെർ മാൻ ഈസ് നത്തിങ്. ആ മാൻ കഴിഞ്ഞ് നാം പോസ് ചെയ്ത് വായിക്കുമ്പോൾ പുരുഷൻ്റെ സാന്നിധ്യമില്ലാതെ, പുരുഷൻ കൂടെ ഇല്ലാതെ സ്ത്രീ ഒന്നുമല്ല എന്നായി. നേരെ കോൺട്രാഡിക്ടറി ആയ മീനിങ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പോസിങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സുകളാണ് എവിടെ ഗ്രൂപ്പ് ചെയ്ത് നിർത്തണം, ഏതെല്ലാം വേർഡ്സുകളെ ഗ്രൂപ്പായി ചേർത്ത് നിർത്തണം, അത് മനസ്സിലാക്കുമ്പോഴാണ് ആ സെൻറ്റൻസിൻ്റെ കൃത്യമായ മീനിങ് നമുക്ക് ലഭിക്കുന്നത്. സോ ലെറ്റ് us കൺക്ലൂഡ് ദാറ്റ് സെൻസ് ഗ്രൂപ്പ് ഈസ് മീനിങ് മാർക്കർ. ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് കറക്റ്റായി ലഭിക്കാൻ നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന വേ ഓഫ് ഗ്രൂപ്പിംഗ്, യൂണിറ്റ് ഓഫ് വേർഡ്സുകളാണ് സെൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ സെൻറ്റൻസുകളിലെ വേർഡ്സുകൾ കൃത്യമായ സ്ഥലത്ത്, ആവശ്യമുള്ള സ്ഥലത്ത് ബ്രേക്ക് ചെയ്ത് പോസ് ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ മീനിങ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. യെസ്, വി നീഡ് സച്ച് എ ബ്രേക്ക് വൈൽ വി ടോക്ക്. അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം മുറിച്ച് ബ്രേക്ക് ചെയ്ത് പറയുമ്പോൾ മാത്രമാണ് കൃത്യമായ മീനിങ് ലഭിക്കുന്നത്. അപ്പോൾ മലയാളത്തിലും നമ്മൾ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രമേ ബ്രേക്ക് ചെയ്ത് പറയുന്നുള്ളൂ. ഇപ്പോൾ നാം പറയാണ്, ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിൻ്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട്, അങ്ങനെയാണ് നാം പറയുക. മറിച്ച് ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിൻ്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ അങ്ങനെ മുറിച്ച് പറയാറില്ല. അപ്പോൾ കൃത്യമായ മീനിങ് കൺവേ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന രൂപത്തിൽ വേർഡ്സിൻ്റെ ഗ്രൂപ്പുകളാക്കിയിട്ടാണ് നമ്മൾ സെൻറ്റൻസുകൾ വായിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്.
ഇനി ടെക്സ്റ്റിൽ നമുക്ക് എന്തോ പറയുന്നു നോക്കാം. അതിലെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് വേഗത്തിലൊന്ന് വായിച്ചു പോകാം. യെസ്, പേജ് നമ്പർ 29. Meanings do not reside in individual words. A text is also unit of paragraphs, sentence, sense group and words. A word-by-word decoding of meaning often misleads the reader. Linguists and other figurative devices also determine the process of meaning making in a text. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിംഗിൾ വേർഡിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, ഇൻഡിവിജ്വൽ വേർഡ്സുകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് പാരഗ്രാഫ്സ്, ഒരുപാട് പാരഗ്രാഫുകളുടെ, സെൻറ്റൻസുകളുടെ, അതുപോലെ സെൻസ് ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടമാണ്, യൂണിറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ വേർഡുകളും സിംഗിൾ വേർഡുകളായി നാം മനസ്സിലാക്കി അതിനെ മാത്രം എടുത്തുകൊണ്ട് മീനിങ് പറയാൻ ശ്രമിച്ചാൽ മിസ്ലീഡ് ദ റീഡറെ തെറ്റായ മീനിങ്ങിലേക്കാണ് നയിക്കുന്നത്. ദെൻ ലിങ്കേഴ്സ് ആൻഡ് അതർ ഫിഗറേറ്റീവ് ഡിവൈസസ് ഓൾസോ ഡിറ്റർമൈൻ ദ പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ് ഇൻ എ ടെക്സ്റ്റ്. ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാക്കിയെടുക്കുന്നതിൽ ഈ പറഞ്ഞ പോസ് അല്ലെങ്കിൽ ബ്രീക്ക്, അതുപോലെ തന്നെ ലിങ്കേഴ്സുകൾ, മറ്റു ഫിഗറേറ്റീവ് ഡിവൈസുകളൊക്കെ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. A sense group are important meaning makers. So it is essential we look for meaning in a units larger than words and mark sentence off in a meaningful group. നാം മനസ്സിലാക്കിയതുപോലെ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് ലഭിക്കുന്നതിൽ നമ്മെ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് സെൻസ് ഗ്രൂപ്പ് എന്നത്. ഒന്നിലധികമുള്ള വേർഡ്സുകളുടെ മീനിങ്ഫുള്ളായ ഗ്രൂപ്പുകളാണ് ഇങ്ങനെ വളരെ കറക്റ്റായ മീനിങ് ലഭിക്കാൻ നമ്മെ സഹായിക്കുന്നത്. താഴെ ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വുമൺ വിത്തൗട്ട് ഹെർ മാൻ ഈസ് ബിഗ് സീറോ. നേരത്തെ നാം പറഞ്ഞു ഇതിൻ്റെ ഒരു വ്യത്യസ്തമായ റീഡിങ്ങും പോസിങ്ങും അതിൻ്റെ മീനിങ്ങിലെ വ്യത്യാസമൊക്കെ. എസ് ദ മീനിങ് ഓഫ് ദി അട്ടറൻസ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി സെൻസ് ഗ്രൂപ്പ് വി ബ്രേക്ക് ഇറ്റ് ഇൻ. നാം ബ്രേക്ക് ചെയ്യുന്ന വേർഡ്സുകളുടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ്, അതിനനുസരിച്ചുള്ള വായനക്കനുസരിച്ചാണ് ഇതിൻ്റെ മീനിങ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ രണ്ട് രൂപത്തിലാണ് ബ്രേക്ക് ചെയ്യാം. വുമൺ വിത്തൗട്ട് ഹെർ മാൻ ഈസ് എ ബിഗ് സീറോ. പുരുഷൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു സ്ത്രീ, അവൾ ബിഗ് സീറോ ആണ്. അനദർ ടൈപ്പ് ഓഫ് പോസിങ്, വുമൺ വിത്തൗട്ട് ഹെർ മാൻ ഈസ് ബിഗ് സീറോ. സ്ത്രീ, അവളെ കൂടാതെ ഒരു പുരുഷൻ ബിഗ് സീറോ ആണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള വായനയിലൂടെ നേരെ കോൺട്രാഡിക്ടറി ആയ മീനിങ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പ് ഓഫ് സെൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വേർഡുകളെ ഗ്രൂപ്പായി തിരിക്കുക, അതടിസ്ഥാനത്തിൽ പോസ് ചെയ്ത് വായിക്കുക എന്നത്. യെസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കോംപ്രിഹെൻഡ് ദ മീനിങ്, അതർവൈസ് വി വിൽ ബി മിസ്ലീഡഡ്. ചിലപ്പോൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ വൈരുദ്ധ്യമായ അർത്ഥങ്ങൾ വരെ ലഭിച്ചേക്കാം. എന്നാൽ എല്ലായ്പ്പോഴും ഇതുപോലെ വൈരുദ്ധ്യ അർത്ഥങ്ങൾ ലഭിക്കണമെന്നില്ല. എങ്കിലും കൃത്യമായ മീനിങ് ലഭിക്കാൻ ഇത്തരം സെൻസ് ഗ്രൂപ്പുകൾ നമ്മളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ടെക്സ്റ്റിലെ വേറെയും ചില എക്സാമ്പിൾസിലേക്ക് പോകാം. Often reading in sense group makes comprehension easier. See for example the following. വളരെ ഈസിയായി കൃത്യമായി മീനിങ് ലഭിക്കാൻ നമ്മെ സഹായിക്കുന്നത് ഇത്തരം സെൻസ് ഓഫ് ഗ്രൂപ്പുകളാണ്. There is a big crowd in the market. മാർക്കറ്റിൽ ഒരു ക്രൗഡ് ഉണ്ട്, വലിയൊരു കൂട്ടം ജനങ്ങളുണ്ട് എന്ന് പറയാം. ഈ ഒരു സെൻറ്റൻസിലെ ഫോക്കസ് ഏത് വേർഡിനാണ് അല്ലെങ്കിൽ ഏതൊരു കാര്യമാണ് കൂടുതൽ ഊന്നി പറയുന്നത് ഇവിടെ എന്ന് മനസ്സിലാവുന്നതിന് ഇത്തരം സെൻസ് ഓഫ് ഗ്രൂപ്പ് നമ്മെ സഹായിക്കും. യെസ്, ഇവിടെ ഈ സെൻറ്റൻസിനെ രണ്ട് രൂപത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദർ ഈസ് എ ബിഗ് ക്രൗഡ് ഇൻ ദ മാർക്കറ്റ്. അങ്ങനെ പറയുമ്പോൾ ഈ സെൻറ്റൻസിന് അർത്ഥം വരുന്നത് എന്തോ ഒരു കാര്യം, എ ബിഗ് ക്രൗഡ്, ഒരു വലിയ ജനക്കൂട്ടമാണ്, അത് മാർക്കറ്റിലാണ് എന്ന് പറയുകയാണ്. എന്നാൽ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഡിവിഷൻ, ഇഫ് വി ഡിവൈഡ് ഇറ്റ് ലൈക്ക് ദിസ്, ദർ ഈസ് എ ബിഗ് ക്രൗഡ് ഇൻ ദ മാർക്കറ്റ്, ഇറ്റ് ഡസ് നോട്ട് മേക്ക് മച്ച് സെൻസ്. മെനി ബ്രേക്സ്, ടു മെനി ബ്രേക്സുകൾ, പോസുകൾ പലപ്പോഴും നമ്മെ കൃത്യമായ മീനിങ് ലഭിക്കുന്നതിന് പ്രയാസമാണ്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മിസ്ലീഡ് ചെയ്യാം. അതാണ് നമ്മളിവിടെ മനസ്സിലാവുന്നത്. Here is a sentence from Bondi's story in which sense group have been marked for you. Binya was poorer than most of the girls in her class and could not afford the tuitions that had become almost obligatory if one was to pass and be promoted. This passage we already saw before.
when we read Eyes of the Cat by Ruskin Bond. It is exactly page number 18, the second para. Binia, she was poor in the class and the tuitions were necessary to pass and to be promoted, but she couldn't afford tuition. ക്ലാസ്സിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടിയാണ്, ട്യൂഷൻ ലഭിക്കൽ അത്യാവശ്യമാണ്, പക്ഷേ അവൾക്കതിന് സാധ്യമായിരുന്നില്ല. അതാണ് ഈ ഒരു സെൻറ്റൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെൻറ്റൻസിനെ ഒറ്റ അട്ടറൻസിൽ വായിക്കുന്നതിന് പകരം ഇങ്ങനെ ചെറിയ ബ്രേക്കാക്കി വായിക്കുന്നതിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ മീൻ കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇതേ സെൻറ്റൻസിനെ മറ്റൊരു രൂപത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ബിനിയ വാസ് poorer than most of the girls in her class and could not afford the tuitions that had become almost obligatory if one was to pass and be promoted. ഈ ഒരു സെക്കൻഡ് രീതിയിൽ നേരത്തെ ഉള്ളതിനേക്കാൾ ധാരാളം ബ്രേക്സുകൾ, പോസുകളുണ്ട്. പക്ഷേ അത് കൃത്യമായി മീനിങ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നില്ല, കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നുകൂടെ നമ്മൾ തിരിച്ചറിയുന്നു. അവിടെ ഫസ്റ്റ് വേ ആണ് ഏറ്റവും ബെറ്റർ എന്ന് നമുക്ക് മനസ്സിലാവും. സോ പോസിങ് ആവശ്യത്തിനുണ്ടാവണം, അതോടൊപ്പം കൂടുതൽ പോസിങ് വരുന്നത് അല്ലെങ്കിൽ ബ്രേക്കിംഗ് വരുന്നത് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു സെൻറ്റൻസിനെ കൃത്യമായ മീനിങ് വളരെ ഈസിയായി നമ്മെ ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ് സെൻസ് ഓഫ് ഗ്രൂപ്പ്. മീനിങ് വളരെ ഈസിയായി ലഭിക്കുന്ന രൂപത്തിൽ, സെൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വേർഡ്സുകളെ ഗ്രൂപ്പാക്കുക, അതിനെയാണ് സെൻസ് ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇന്ന് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താരതമ്യേന മറ്റു ക്ലാസ്സിനേക്കാൾ കുറച്ച് ലെങ്തിയായ വീഡിയോ ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് വന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ ഇനിയും ഡിസ്കസ് ചെയ്താൽ അത് കൂടുതൽ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 ടോപ്പിക്കിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.